എൻ്റെ പേര് ലിബി ഫ്രാൻസിസ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി. 2018 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇനി ഒരു ഡോക്ടർമാരെയും കാണാനില്ല. ലാസ്റ്റ് മൂവാറ്റുപുഴയിൽ സെബൈൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, ഒന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ ദത്തെടുക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ സെബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 100% 2 പേർക്കും കുട്ടികളുണ്ടാവില്ല എന്ന് 100% ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടുന്ന് പോരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ആരും മുഖത്ത് ഞാൻ കരയോ, എൻ്റെ വിഷമം കാണിക്കോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. കുട്ടികളില്ലാത്തത് പലരും പല പ്രാവശ്യം എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവർക്ക് ചിരിച്ചുകൊണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ സുഖം തേടിയിട്ടാണ്, പക്ഷെ നമുക്കറിയുള്ളൂ നമ്മുടെ വിഷമം എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ പോന്നു. ഞാൻ പേരാമംഗലം അക്ഷയയിൽ ജോലി ചെയ്യുന്നതാണ്. അവിടെ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ എൻ്റെ കൂടെ കൃപാസനത്തിലേക്ക് വായോ, നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കുന്നേ, കിട്ടുമോ കിട്ടില്ല എന്നല്ല, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും, അതുവരെ ഞാൻ മുടങ്ങാതെ കൃപാസനത്തിൽ പോയിരിക്കും നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏലിയാമ്മച്ചോട് പറഞ്ഞു, ഏലിയാമ്മച്ചി അത് വെറുതെയാ, ഇത്രയും വലിയ ഡോക്ടർമാർ പറഞ്ഞില്ല, പിന്നെ എന്തിനാ വായോന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏലിയാമ്മച്ചി ഈ കൃപാസനത്തിൻ്റെ പടിയിലേക്ക് കൊണ്ടുവന്നത്. വന്നിവിടെ ഉടമ്പടി എടുത്തു. അച്ഛൻ തലതൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എല്ലാവരും തലയും തൊട്ട് വേഗം ഒരു 2 മിനിറ്റ് ഇങ്ങനെ കൈവച്ച് പോവുക ചെയ്യണേ. അപ്പം ഞാൻ അച്ഛൻ എന്നെ കണ്ടിട്ടാണ് ചോദിച്ചത്, എന്താ വിഷമം ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത്ര വർഷമായി, 13 വർഷം കഴിഞ്ഞ് എനിക്ക് പിള്ളേരായിട്ടില്ല അച്ഛാ, ഡോക്ടർമാരൊക്കെ ഇങ്ങനെയാണ് പറയണേന്ന്. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ, മോളെ നീ വിഷമിക്കണ്ട, നിനക്ക് കുട്ടികളുണ്ടാവും, ഞാനാ പറയണേന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് എല്ലാവരും എത്ര കളിയാക്കിയാലും ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് നീ കുഞ്ഞിനെ തരണം, നീ തരുന്ന കുഞ്ഞിനെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത കുഞ്ഞ് ആയിരിക്കണേ തരാൻ വേണ്ടിയിട്ടെന്ന്. 2018 ഓഗസ്റ്റിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. 2019 ഞാൻ വിശേഷമായി ദൈവാനുഗ്രഹിച്ച് ഞാൻ വിശേഷമായത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. പല പ്രാവശ്യം വിശേഷമായപ്പോൾ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പോലും അറിയാണ്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തലകറങ്ങി വീണത്. അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ കൂടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അതിന് മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പറയുന്നു. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക, എനിക്കൊരു കുഞ്ഞിനെ 2020 ജൂലൈ 26 എനിക്ക് മാതാവിൻ്റെ ദിവസം തന്നെ, നമ്മുടെ അന്നമാതാവിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ഒരു കുഴപ്പം, ഡോക്ടർമാർ ആദ്യം പറഞ്ഞു ഓപ്പറേഷൻ ആവുമെന്ന് പറഞ്ഞു. പ്രസവത്തിൻ്റെ ദിവസം അടുത്ത് വന്ന 8 കടന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രസവമായിരിക്കും, ഓപ്പറേഷൻ വേണ്ടി വരില്ല ലിബിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും കൂടാതെ എനിക്ക് എൻ്റെ മാതാവ് ഒരു നല്ലൊരു ഓമനക്കുടത്തിന് എനിക്ക് തോന്നുന്നു. മാതാവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് ശക്തമായി കൈയടിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു മഹാ അത്ഭുതമാണ് ലിബിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞത്. ഞങ്ങൾ മോനി സഹാക്ക് എന്നാണ് പേരിട്ടത്. പ്രൈസ് ദി ലോർഡ്, നല്ല പേരാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനും വീട്ടുകാരും തമ്മിൽ ഭയങ്കര വഴക്കിലായിരുന്നു. അത് പറയണ്ടെന്ന് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു, അവൻ കൂടെയുള്ളതാണ്. അതുകൊണ്ടാണ് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ അനിയനും അപ്പനും അമ്മയും എല്ലാവരും കൂടിയിട്ട് സ്നേഹത്തിൽ പോണേ, വഴക്കൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അതേപടി തന്നെ 2020 ഒക്ടോബറിൽ നവംബർ ലാസ്റ്റിൽ അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. ആരോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേപടി തന്നെ ഞാൻ അവനെയും കൊണ്ട് കൃപാസനത്തിലേക്ക് വന്നത്. വരാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞിരുന്നില്ല, എങ്കിലും ഞാൻ അവനോട് ഓരോന്ന് പറഞ്ഞ് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അനുജൻ്റെ പേരെന്താണ്? ലിബൻ. വൈഫ് ദിവ്യ. ലിബനും ദിവ്യ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇങ്ങോട്ട് വന്നേ, ലിബനും വൈഫ് ഇങ്ങോട്ട് വാ. ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ഈ 2 അനുഗ്രഹമാണ് ഞാൻ മാതാവിനോട് ആദ്യമായിട്ട് ചോദിച്ച 2 അനുഗ്രഹം. ആ 2 അനുഗ്രഹം 6 നിയോഗം എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 6 നിയോഗത്തിൽ 2 നിയോഗം ഇത് 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 എനിക്ക് മാതാവായിട്ട് സാധിച്ചു തന്നു.
എത്ര വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു? ഇല്ല, കുറച്ച് നാളായിട്ട്. ലിബന്റെ കൊടുത്തേ. ലിബന് സന്തോഷമുണ്ടോ? സന്തോഷമാണ്. വലിയൊരു ഭാഗ്യമാണ് സഹോദരി കൃപാസന അമ്മ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ ഒരു പ്രമേയം തന്നെയാണത്. ഉടമ്പടിയുടെ ആന്തരിക വിശുദ്ധി നടപടിയിൽ മൂന്നാമത്തെ പ്രമേയമാണ്. സഹോദരങ്ങളോട്ട് ഏതെങ്കിലും പിണക്കമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം. ക്രിസ്തുവിൻ്റെ ബൈബിളിലെ ഉപദേശം അത് തന്നെയാണ്. മത്തായി 5 പറയുന്ന ബലിപീഠത്തിൽ കാലുകുത്തുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വെറുപ്പ് വിദ്വേഷമോ ഉണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ച് രമ്യതപ്പെടണം. കാരണം നമുക്ക് വഴക്കടിച്ച് പൗലോസ് പറയും, പിണങ്ങാൻ നിങ്ങൾക്കത് അസ്തമയം വരെ ആകാമെന്നാണ്, അത് കഴിയുമ്പോൾ ആകരുത്. ഹെബ്രായർ 15 പറയും, വിദ്വേഷത്തിൻ്റെ വേര് പിളർന്ന് നിങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കാൻ ദൈവത്തിരുസന്നിധിയിൽ നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം. വലിയൊരു അനുഗ്രഹമാണ് ലിബിയുടെ കുടുംബത്തിന് നൽകിയത്. സഹോദരങ്ങൾ സ്നേഹത്തിലായി, സന്തോഷത്തിലായി, സർവോപരി അവർക്ക് വലിയ കൃപ ദൈവം കൊടുത്തു. 14 വർഷമായിട്ട് സന്താനമില്ലാതിരുന്നു. ഇപ്പോൾ ഇവിടെ ആദർശികമായിട്ടാണ് വന്നത്. അച്ഛനെ ജസ്റ്റ് കാണാനുള്ള ഭാഗ്യം ലിബിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം അച്ഛൻ എന്താ ലിബിയോട് പറഞ്ഞ? ലിബി മൈക്ക് കൊടുത്തു. എൻ്റെ കൂടെ വന്നവർക്ക് ആർക്കും അച്ഛൻ്റെ അടുത്ത് പോവാനോ അച്ഛൻ്റെ കൈ തൊട്ട് അനുഗ്രഹം മേടിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനാണ് അവിടെ അടുത്തെത്തിയത്. എന്നിട്ട് അച്ഛൻ പോവാൻ നിന്ന സമയത്ത് എനിക്ക് ബാക്കോട്ട് തിരികെ ചെയ്തത്. അപ്പം അച്ഛൻ എൻ്റെ മുഖം കണ്ട് എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കാം അച്ഛൻ എന്നെ വിളിച്ചത്. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു, എന്തായാലും നിനക്ക് കുട്ടികളുണ്ടാവും. ആ ഒരു 2 വാക്ക് എന്നോട് അച്ഛൻ പറഞ്ഞോളൂ, എന്തായാലും കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ എവിടെയോ, നമ്മൾ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ എത്രയുണ്ടെന്ന് പറഞ്ഞാലും ഒരു തെറ്റായ ധാരണ ഉണ്ടാവുമല്ലോ. അതെവിടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൂട്ടത്തിൽ എന്നെപ്പോലെ തന്നെ മക്കളില്ലാത്തവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം അനുഗ്രഹം, വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഈശോ തന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണ്? ഏലിയാമേച്ചിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഏലിയാമേച്ചി എന്ന് പറഞ്ഞ ഒരു ടീമിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. 3 മാസം മുടങ്ങാതെ വരാൻ പറ്റി. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. എങ്കിലും പ്രാർത്ഥന എന്നും മാധവൻ്റെ പ്രാർത്ഥന ഞാൻ 5:30 വൈകുന്നേരത്തെയും പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലിയിരുന്നു. നിങ്ങൾ കുടുംബം വിശ്വസിക്കുന്നു ദൈവം കൊടുത്ത അനുഗ്രഹമാണിതെന്ന്? ഉറപ്പായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടർമാർ, ഇനി കേരളത്തിൽ ഒരു നല്ലൊരു ഡോക്ടർ ഇല്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണെന്ന്. അതെ. അതായത് ലിബിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് കുട്ടികളുണ്ടാകില്ലെന്ന് തീർത്തു പറഞ്ഞതാണ്. ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. വൈദ്യശാസ്ത്രത്തിന് കഴിയാതെ പോയത് ദൈവത്തിന് കഴിയും. ലൂക്കാ 1:37 പറയും, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഡോക്ടർ പറഞ്ഞതൊന്നെങ്കിൽ നിങ്ങൾ ദത്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ലിബിയെ ദൈവം നയിച്ചു എന്നുള്ളതാണ്. ലിബി ഇവിടെ വന്നു. അപ്പോഴും ലിബിക്ക് വിശ്വാസമില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് കുഞ്ഞുണ്ടാകും. ഇത് നമ്മുടെ ഒരു വാഗ്ദാനമാണ്. ലൂക്കാ 1:30, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് അച്ഛൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കേണ്ടത് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പുറപ്പാടിൻ്റെ യാത്രയിൽ ഇതേ വാഗ്ദാനവും വാഗ്ദാന പേടം വഹിച്ചുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അവിടെ മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പുറപ്പാട് 33:17, നീ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം ചെയ്തു തരുമെന്ന്. ഇപ്പോൾ 14 വർഷമായിട്ട് കുട്ടികളില്ല. ഇനി പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതാണ്. കനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തികയാതെ വരുന്നതും അസ്തമന സമയമാണ്. അതായത് സാധാരണ അവിടെ വീഞ്ഞ് പുറത്തുനിന്ന് കൊണ്ടുവരാറില്ല, അവിടെ തന്നെ കെട്ടിയുണ്ടാക്കുക പതിവുണ്ട്. സായാഹ്നത്തിലാണ് വിവാഹം നടക്കുന്നതും. വീഞ്ഞു തികയാതെ വന്നു. അപ്പോൾ പരിശുദ്ധമ്മ ചെന്ന് ഈശോയോട് പറയുമ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ സമയമായില്ലെന്നുള്ളതാണ്.
ആകാത്ത സമയത്തെ ആക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. അതായത് യെശയ്യായുടെ പുസ്തകം 38:8 ആഹാസിൻ്റെ കടികാരത്തിൻ്റെ സൂചിക 10 ചുവട് പുറകോട്ട് നീക്കിയിട്ട് ദൈവം ഹെസക്കിയായ്ക്ക് 15 വർഷം നീട്ടിക്കൊടുക്കുന്ന ഒരു ദൈവത്തെ പഴയ നിയമം ചിത്രീകരിക്കുന്നുണ്ട്. അത് പരിശുദ്ധമ്മയാകാത്ത സമയത്തെ ആക്കാനുള്ള അമ്മയുടെ അധികാരത്തെ ദൈവം നേരത്തെ അംഗീകരിച്ചു നൽകിയിട്ടുള്ളതാണെന്നുള്ള ദൈവശാസ്ത്ര പ്രബോധനമാണത്. അപ്പോൾ ഈ ആകാത്ത സമയത്തെ ആക്കിയിരിക്കുന്നത് ഉടമ്പടി. പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടി പ്രാർത്ഥന സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് 14 വർഷമായി പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ദൈവം ശക്തിയായി തീർന്നു. ലൂക്കാ 1:49. പ്രതീക്ഷകൾ കൈവിട്ട സമയത്താണ്. പക്ഷേ ഒരൊറ്റ കാര്യത്തിലാണ് ലിബി വിശ്വസിച്ചത്. നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ, കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ, മോളുടെ തലയിൽ കരങ്ങൾ വെച്ചിട്ട് പറഞ്ഞത്. അത് അച്ഛന് പരിശുദ്ധാത്മാവ് കൊടുത്ത നോട്ടാണ്. കാരണം അച്ഛൻ പരിശുദ്ധമ്മ 2 പ്രാവശ്യം നേരിൽ കാണുകയും അച്ഛൻ്റെ നാവിൽ പരിശുദ്ധ അമ്മ തൊടുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഹന്നാൻ 6 പറയും, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അത് ജീവൻ്റെ വാക്കുകളാണ്. അഭിഷിക്തൻ തൻ്റെ അഭിഷിക്ത അധികാരത്താൽ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം കൊടുത്ത നോട്ടിൻ്റെ വെളിച്ചത്തിലാണ്. അത് അക്ഷരം പ്രതി നിറവേറുന്ന വലിയൊരു സാക്ഷ്യമാണിത്. അപ്പോൾ ഇതുപോലെ സന്താനമില്ലാതെ വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, നിങ്ങൾ തകർന്നു പോകേണ്ടതില്ല. സങ്കീർത്തനം 127:3 പറയും, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. നീ ഉടമ്പടി ചെയ്താൽ ഈ ആകാത്ത സമയത്തെ ആക്കുന്ന ദൈവം ഉടനെ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അബ്രഹാത്തോട് നീ കാത്തിരിക്കുക. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. മോശയുടെ ദൈവം ദൈവത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അതേ ദൈവം ഉടമ്പടി എടുത്തപ്പോൾ ലിബിയോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തി. ഉടമ്പടി കൃപയുടെ ധാരാളിത്വത്തിൻ്റെ സുവിശേഷമാണ്. ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് നമ്മുടെ നിയമങ്ങൾ ചേർത്ത് പിടിച്ച് ദൈവത്തിന് നന്ദി പറയാം.